10 മിനിറ്റ്. കഴിഞ്ഞ 10 മാസം മുൻപ് നടന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ നിയമസഭയിലേക്ക് കടന്നു വരാൻ എനിക്ക് അവസരമുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ആ 11,000ത്തിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിന് 55,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ച് ഈ നിയമസഭയിലേക്ക് അയച്ച നിലമ്പൂരിലെ ആദ്യമായി നന്ദി പറയുകയാണ് സർ. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ അനുകൂലിച്ചുകൊണ്ട് എം വിൻസെന്റ് അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സർ. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം വിദ്യയും വൈദ്യവുമാണ്. ഏറ്റവും ചിലവേറിയതും വിദ്യയും വൈദ്യവുമാണ്. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, ഒരു വീട്ടിൽ 3-4 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ കൂടി എല്ലാവരും വിദ്യാർത്ഥികളാകുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബ ബഡ്ജറ്റ് തകരാറിലാവുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഈ രംഗത്ത് പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അനുവദിച്ചു കൊടുക്കുന്ന ഒരു വലിയ തീരുമാനമെടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അതിന് ആർക്കാണ് സർ? അതുപോലെ തന്നെ വൈദ്യമാണെങ്കിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ദുരിതപൂർണമായ അവസ്ഥ സംജാതമായിരുന്നത്. കാരണം എന്റെ നാട്ടിൽ നമുക്കറിയാം, എന്റെ നാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയ, ലിവർ മാറ്റൽ ശസ്ത്രക്രിയ, പക്ഷാഘാതം ബാധിച്ചാൽ, ക്യാൻസർ രോഗം ബാധിച്ചാൽ, ഹൃദ്രോഗം ബാധിച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കൊണ്ടുവന്ന് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ് സർ. ഫിറോസ് കുന്നുംപറമ്പിലോ അഡ്വക്കേറ്റ് ഷമീറോ ഒക്കെ വന്ന് വീഡിയോ ഇട്ടാൽ മാത്രം, അതല്ലെങ്കിൽ ബിരിയാണി ചലഞ്ച് നടത്തിയില്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാത്ത ഒരവസ്ഥാ വിശേഷമാണ് സർ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ടായത്. അതിനു മുൻപ് അങ്ങനെ ആയിരുന്നില്ല സർ. നമുക്ക് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാർ. ആ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന കേരളത്തിൽ കാരുണ്യ ബെനഫിറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു, SC-ക്ക് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടായിരുന്നു, ST-ക്ക് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാത്ത കഴിഞ്ഞ കാലത്തെ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയാണ് ഉണ്ടായത് സർ. അതിന് പരിഹാരം എന്നോണം അതേ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനുള്ള ഈ മുന്നണിയുടെ തീരുമാനത്തെ, ഈ നയപ്രഖ്യാപന പ്രമേയത്തെ എങ്ങനെയാണ് സർ അനുകൂലിക്കാതിരിക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റത് പരാജയം മാത്രമല്ല, കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത രൂപത്തിലുള്ള തോൽവിയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ അതറിയാം. ഞങ്ങൾ തോറ്റു, പക്ഷേ ഞങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നിരിക്കും എന്നൊക്കെ നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി അതിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇതേവരെ ഉണ്ടാവാത്ത ഒരു തോൽവിയാണ് സംഭവിച്ചത് എന്ന് കണക്കുകൾ നമുക്കറിയാം സർ. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ 50.5% വോട്ട് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലേറിയത്. 82 ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും 47.26% വോട്ട് നേടിയിരുന്നു. 87 അധികാരം ലഭിച്ചുവെങ്കിലും ആ ലഭിച്ച സമയത്ത് 44.9% വോട്ട് ഷെയർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. 991 48.6% വോട്ട് ഷെയർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. 996 അതുപോലെ തന്നെ 45.88% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2001 43.7% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2006 48.63% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2011 കണക്ക് പരിശോധിക്കുമ്പോൾ 44.94% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2016 43.14% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2021 45.28% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ 2026 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ 37.86% വോട്ട് മാത്രം നേടാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചത്. കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇത്ര മോശമായ ഒരു പെർഫോമൻസ് എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി എന്ന് പരിശോധിക്കാൻ ഇപ്പോഴും അവർ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പൂർണ്ണമായും ഇല്ലാതെയാവുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ഉണ്ടാവണം. ഒരിക്കലും കേരളം ബംഗാളാവരുത്, ഒരിക്കലും കേരളം ത്രിപുരയാവരുത് സർ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയാൻ എന്ന് മാത്രമാണ് സർ ഞാനിത് പറയുന്നത്. മാത്രമല്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെയുള്ള നയമെന്താ? കോൺഗ്രസിനെ എതിർക്കുക. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ല.
ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം 1939 ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് അത് സാമ്രാജ്യത്തെ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് മാത്രം പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാസി ജർമ്മനി 1941 സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചപ്പോഴാണ് ഇത് ജനങ്ങളുടെ യുദ്ധമാണ്, ഇത് പീപ്പിൾസ് വാർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറഞ്ഞാൽ 1943 മാർച്ച് 15-ാം തീയതി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കൂടിയായ PC ജോഷി ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ് മേധാവിയായ റെജിനാൾഡ് മാക്സ്വെല്ലിന് കൃത്യമായ ഒരു കത്തെഴുതിയിരിക്കുന്നു സർ. ആ കത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഇവിടെ ഉണ്ട് സർ. ഈ കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെറ്ററിൽ എഴുതി കൊടുത്ത കത്താണ് സർ. അതിൽ വളരെ കൃത്യമായി അവർ പറയുന്നു, നമ്മളെപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് റിയാസോടെ സംസാരിച്ചു, മതനിരപേക്ഷ ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്കിനെ കുറിച്ചാണ് സർ പ്രസംഗിച്ചത്. പക്ഷേ PC ജോഷി അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുക അതുമാത്രമല്ല സർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒളിത്താവളങ്ങളിൽ താമസിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കാട്ടിക്കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തത്. ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു സർ. ഞാൻ അതിന്റെ ഒരു ചെറിയ പാരഗ്രാഫ് ഇവിടെ മലയാളത്തിൽ വായിക്കാം. ഉപകാരപ്രദമായ ലക്ഷ്യത്തിന് നിങ്ങളെ കണ്ടുമുട്ടുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നു. അതിന് ഞാൻ സദാ സന്നദ്ധമാണ്. മാത്രമല്ല, ഞങ്ങളുടെ സമൂഹങ്ങളിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള സമീപനം നിങ്ങൾക്ക് സംശയാസ്പദമാണെന്ന് മെക്കൻസി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഒരു മെമ്മോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ആരാണ് സർ പറയുന്നത്? PC ജോഷിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ലെറ്ററിൽ എഴുതി കൊടുത്ത കത്താണ് സർ ഇത്. ഞാൻ രേഖകൾ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ആർക്കിവ്സിൽ കാണുന്നതെന്താ കൃത്യമായി അറിയാം. ഇവിടെ മതേതര ജനാധിപത്യത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ആരാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തെ തകർത്തത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമാണ് സർ. നമുക്കറിയാം, കൃത്യമായി നമുക്ക് ബോധ്യമാണ്. 1958 ഡൽഹിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘവുമായി കൂട്ടുകൂടിയതിന്റെ ചരിത്രം നമ്മുടെ രേഖകളിലുണ്ട്. മാത്രമല്ല സർ, 1967 ഇന്നും ഇന്നലെയും തുടങ്ങിയ ബാന്ധവമല്ല ഇത്. 1967 സംയുക്ത വിധായക് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ ചരൺ സിംഗിനെ മുഖ്യമന്ത്രിയാക്കിയതാരാണ്? നിങ്ങളും ജനസംഘവും കൂടി. മാത്രമല്ല, നിങ്ങളും ജനസംഘവും, നിങ്ങൾ മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങളുടെ മന്ത്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പേര് ജാർഖണ്ഡ് എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ചരൺ സിംഗിന്റെ മന്ത്രിസഭയിൽ നിങ്ങൾ അന്നത്തെ ജനസംഘവുമായി കൂട്ടുകൂടിക്കൊണ്ട് നിങ്ങൾ മന്ത്രിസഭയുണ്ടാക്കി. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക. അത് മാത്രമാണോ? 1967 പഞ്ചാബിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യപാൽ ഡംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഉണ്ടായിരുന്നു. മറ്റു മന്ത്രിമാരാരാ? അകാലിദളിന്റെ മന്ത്രി. മറ്റു മന്ത്രിമാരാരാ? ജനസംഘത്തിന്റെ മന്ത്രി. നിങ്ങൾ കുറുമുന്നണി ഉണ്ടാക്കി, കൂട്ടുമുന്നണി ഉണ്ടാക്കി. നിങ്ങൾ ജനസംഘവുമായി കഴിഞ്ഞ കാലത്ത് എത്രയോ ഭരണം നിങ്ങൾ പങ്കിട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷം. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്, എന്ത് പറയുന്നത്? ഞങ്ങൾ ജനാധിപത്യ മതേതരത്വത്തിന്റെ കാവൽക്കാർ, ഞങ്ങൾ അതിന്റെ അപ്പോസ്തലന്മാർ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1977 കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏത് ചെകുത്താനുമായി കൂട്ടുകൂടി കോൺഗ്രസിനെ പുറത്താക്കുമെന്ന് ആദ്യം പറഞ്ഞതാരാ? EMS നമ്പൂതിരിപ്പാടാണ്. നിങ്ങൾ കൂടിയില്ലേ? നിങ്ങൾ കൂടുക മാത്രമല്ല, ഞാനിപ്പോഴും ഓർക്കുകയാണ് സർ, ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുന്നിൽ നിൽക്കുന്നു, വലതുഭാഗത്ത് ജനസംഘത്തിന്റെ നേതാവ് നിൽക്കുന്നു. എന്നിട്ട് വിളിച്ച മുദ്രാവാക്യം എന്താണ്? അന്ന് വിളിച്ചത് ബഹുഗുണ പോയി, ഗുണവും പോയി, നന്ദിനി പോയി, നാറിപ്പോയി, കോൺഗ്രസ് ആകെ പാറിപ്പോയി, ജഗജീവൻ പോയി, ജീവൻ പോയി, നാട് ഭരിക്കാൻ മൊറാർജി ദേശായി, നാട് ഭരിക്കാൻ അടൽ ബിഹാരി, നാട് ഭരിക്കാൻ അഡ്വാനി എന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളാണോ? ഇന്ത്യയിലെ മതേതരത്തെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളാണ് മുന്നിട്ടിറങ്ങി, നിങ്ങളാണോ അപ്പോസ്തലന്മാർ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് സർ? വിശദാംശങ്ങളിലേക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം എന്തിനേറെ ആണവക്കരാറിന്റെ പേരിൽ നിങ്ങൾ കോൺഗ്രസിന്റെ പിന്തുണ പിൻവലിച്ചു. ആ ഗവൺമെന്റിനുള്ള പിന്തുണ നിങ്ങൾ പിൻവലിച്ചു. ആ പിന്തുണ പിൻവലിച്ച് ആ വിശ്വാസ പ്രമേയം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായിരുന്നുവെങ്കിൽ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്? BJP ആയിരുന്നു എന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്കില്ലേ? എങ്ങനെയാണ് അണ്ണ ഹസാരെ കൊണ്ടുവന്നത്? നിങ്ങൾ ഒരുമിച്ച് നിന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയാക്കിയ കാര്യം അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുന്നു സർ.
മിനിസ്റ്റർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, അത് ക്വിറ്റ് ഇന്ത്യ സമരം മുതൽ ഇന്ന് 2026 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ, എന്നും ജനസംഘത്തെ അല്ലെങ്കിൽ ബിജെപിയുടെ ആദിമ രൂപത്തെ അല്ലെങ്കിൽ ബിജെപിയെ കൂട്ടുപിടിച്ച ചരിത്രം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഉള്ളത് എന്ന് കൃത്യമായി രേഖകളാണ് പറയുന്നത്. ഇന്ത്യൻ ആർക്കീവ്സിലെ രേഖകളാണ് പറയുന്നത്. അപ്പുറത്തിരിക്കുന്ന ശബ്ദം വെക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ ലെറ്ററിന്റെ കോപ്പി ഞാൻ തരാം. ഇത് കേരളത്തിൽ നമുക്കറിയാം, ഇത്രമാത്രം സ്വതന്ത്രമായി ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് ഫ്രീ മനസ്സോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു കേരളം. ഞാൻ ഇതിനോട് ക്കുന്നത് അന്ന് നേരത്തെ സുധാകരൻ MLA ഇവിടെ സൂചിപ്പിച്ച ആ ഒരൊറ്റ വാക്കോടുകൂടിയാണ്, അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിനോട് കൂടിയാണ്. Where the mind is without fear, where the head is held high, where the knowledge is free, where the world has not been broken into fragments by narrow domestic wall. Oh father, let awake my country എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ അതിനൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം let awake my കേരള എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ശിരസും നിർഭയമായ മനസ്സും കൊണ്ട്